ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളിലും ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പോ നമുക്കറിയാം കേരളത്തിന്റെ ജനങ്ങൾ വളരെ ഗുരുതരമായി നേരിടുന്ന ഒരു സെറ്റ് പ്രതിസന്ധികളുണ്ട്. നമ്മള് മൂന്നിലൊന്ന് ജനങ്ങൾ ജീവിക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ അവരുടെ പ്രൈമറി പ്രയോറിറ്റി എന്താണ്? അവരുടെ പ്രൈമറി പ്രയോറിറ്റി കാട്ടുജീവികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ജീവിക്കാം എന്നുള്ളതാണ് പ്രൈമറി പ്രയോറിറ്റി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് മൂന്നിലൊന്ന് വരുന്ന ഒരു ജനവിഭാഗം ജീവിക്കുന്ന പ്രദേശത്ത് അവസ്ഥ അതാണ്. അവർ രാവിലെ എഴുന്നേറ്റാൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? രാവിലെ എഴുന്നേറ്റാൽ കഴുകാണോ പിടിക്കാൻ പോകുന്നത്? ഇന്നലത്തെ വാഴ ഇന്ന് അവിടെ ഉണ്ടോ? അത്തരത്തിലുള്ള പ്രൈമറി കാര്യങ്ങളിലാണ് അവരുടെ ശങ്ക എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഗതി ഭൂനിയമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങളാണ്. ലോകമെമ്പാടും ലിബറലൈസ് ചെയ്ത് കൂടുതൽ ആളുകളെ ആകർഷിക്കുമ്പോൾ നമ്മൾ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഉള്ളത് കൂടെ പൊളിക്കുവാനും നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള സംഗതികൾ കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും പുതിയ കൃഷികളിലേക്കും ഒക്കെ മാറുമ്പോൾ നമ്മൾ ഇപ്പോഴും പഴയ തോട്ട നിയമം അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിട്ട് ഇത് കൂടുതലൊന്നും ഇവിടെ സാധ്യമല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് വരിക. ആരെങ്കിലും ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് യഥാവിധി ഗവൺമെന്റിൽ നിന്ന് സഹായങ്ങൾ കിട്ടുമെന്നോ അവന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി ആവശ്യമുള്ള തൊഴിലാളികളെ കിട്ടുമെന്നോ ഒന്നും ഒരു ഉറപ്പില്ല. ഏത് നിമിഷവും ഒരു തൊഴിൽ സമരം ഉണ്ടാകാം, ഏത് നിമിഷവും ഒരു നോക്കുകൂലി പ്രശ്നം ഉണ്ടാകാം. ഏതെങ്കിലും 2-3 ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ പ്രസ്ഥാനം അവിടെ പൂട്ടപ്പെടുകയോ അവന് കിട്ടേണ്ട ലൈസൻസ് കിട്ടുകയോ ചെയ്യാതിരിക്കും.